ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ധർണ സമരം നടത്തി. MP ET മുഹമ്മദ് ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 850 വീടുകൾ നൽകി ജില്ലയിൽ ഒന്നാമതെത്തിയെങ്കിലും ലൈഫ് മിഷൻ 2020 പദ്ധതിയിൽ 329 ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തിന് 15 വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട ലോണായി അനുവദിക്കേണ്ട 7,23,80,000 രൂപ നിരവധി തവണ വകുപ്പ് മന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടിട്ട് ഫലമില്ലാത്തതുകൊണ്ട് UDF ജനപ്രതിനിധികൾ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. കഴിഞ്ഞ മാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ലൈഫ് മിഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നേരിൽ കണ്ട് പലതവണ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. പരിഹരിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. ഇങ്ങനൊരു കളക്ടർ ധർണ ഞങ്ങൾ നടത്താനുള്ള കാരണം ഞങ്ങളെ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ 850ഓളം പാവപ്പെട്ട ഗുണഭോക്താക്കളെ ലൈഫ് വീടിന് എഗ്രിമെന്റ് വെച്ച് വീട് പണി തുടങ്ങി ഒരുവിധം ഒരു 300-350ഓളം പേർക്ക് ഇതുവരെ ഗവൺമെന്റ് നൽകാനുള്ള അഡ്കോ ലോണ് ഇതുവരെ തൃക്കലങ്ങോട് പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. അതിന്റെ മുഖാന്തരമാണ് ഞങ്ങള് തിരുവനന്തപുരം വരെ ഞങ്ങള് ടീമായിട്ട് ഈ കാര്യം ഉന്നയിച്ച് മന്ത്രിയുടെ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വിഷയം അവതരിപ്പിച്ചു. അവര് അടുത്ത മാസം വരും മറ്റത് വീണ്ടും പോവല്ലാതെ ഗുണഭോക്താക്കൾ താഴെ തട്ടില് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ പ്രസിഡന്റ് ജനപ്രതിനിധികളുമായിട്ടാണ് അവരുടെ കോണ്ടാക്ട്. അവര് വന്ന് ഞങ്ങള് ആത്മഹത്യ ചെയ്യേണ്ട നിലവിൽ വരെ ഞങ്ങൾ അവസ്ഥ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രസിഡന്റിന് വരുന്ന ഒരു എന്താ നമ്മൾ പറയാ ഈ ഒരു വാക്കിന് അറിയില്ല. അത്രയും വർഷമായി ഞങ്ങൾക്ക് ഈ ഹഡ്കോ ലോണ് കിട്ടാതായിട്ട്. അപ്പൊ ഇത് കൊടുക്കാനുള്ള ഞങ്ങള് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനൊരു ധർണാ സമരം നടത്താൻ തീരുമാനിച്ചറിഞ്ഞത്. ഇതുകൊണ്ടും ഗവൺമെന്റ് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെയും കൊണ്ട് ഞങ്ങൾ എവിടെ വരാൻ പറ്റുന്നോ അവിടെ വരെ ഞങ്ങൾ എത്തുമെന്ന് പറയാണ്. ഈ സമരത്തിന് വിജയം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുണഭോക്താക്കളായ ജനങ്ങളെ ഞങ്ങൾ കലക്ടറേറ്റിലേക്ക് കൊണ്ടുവന്ന് സമരം ചെയ്ത് ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കും. കാരണം ദിനേന ഈ ഗുണഭോക്താക്കൾ പഞ്ചായത്തിനെയാണ് ആശ്രയിച്ച് പഞ്ചായത്തിൽ വന്ന് കയറി ഇറങ്ങുകയാണ്. അവർക്ക് പൂർത്തീകരിക്കാനുള്ള പൈസ കിട്ടാത്തതുകൊണ്ട് അപ്പൊ ഈ പ്രയാസം ഞങ്ങൾ സർക്കാർ അധികാരികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് വന്നത്. ഇത് ശക്തമായ സമരമായി UDF ജനപ്രതിനിധികൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളുടെ ധർണാ സമരം MP ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യപ്രഭാഷണം KPCC ജനറൽ സെക്രട്ടറി KP അബ്ദുൽ മജീദ് നിർവഹിച്ചു. ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു സംസാരിച്ചു. ധർണയിൽ UDF ചെയർമാൻ NV മരക്കാർ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ V സുധാകരൻ, NP മുഹമ്മദ്, EA സലാം, വിജീഷ് എളങ്കൂർ എന്നിവർ സംസാരിച്ചു.